സുബാവ വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സന്ധ്യയ്ക്ക് തന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പ്രയർ ടൈം. ഒരിത്തിരി നേരമായിരുന്നു നാമം ജപിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരമാണ്, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പം വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു, പിന്നെ അടുക്കളയിൽ കയറുകയാണ് കേട്ടോ. അടുക്കളയിൽ കയറി നമ്മുടെ ഡിന്നർ ഉണ്ടാക്കണമല്ലോ. നമ്മൾ അടുക്കളയിൽ കയറി പണിയെടുത്തില്ലെങ്കിൽ ഒന്നും അകത്തേക്ക് പോകില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കടയിൽ പോയി കഴിക്കുക എന്നൊരു ഓപ്ഷൻ ഉള്ളിടത്തോളം കാലം നമ്മൾ അടുക്കളയിൽ കയറി പണിയെടുത്തില്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നൊരു ഓപ്ഷനുണ്ട്. പക്ഷെ എന്നും അത് ഒരു അൺഹെൽത്തി സംഗതി ആയതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കണം. അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ ഇതുപോലൊരു വെജിറ്റബിളിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കട്ട് വെജിറ്റബിൾസ്. എന്തെങ്കിലും സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും വയ്ക്കുമ്പോൾ ഇടാമെന്ന് ഓർത്തിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചിരുന്ന പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കാം. അങ്ങനെ പൊട്ടാറ്റോ സ്റ്റൂ ആണ് കേട്ടോ ഇന്നത്തെ ലക്ഷ്യം. പൊട്ടാറ്റോ സ്റ്റൂ ആൻഡ് ഇടിയപ്പം. അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. ആ സാധനത്തിൽ തിരിച്ച് കറക്കി പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമല്ലല്ലോ. എന്തായാലും ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും അല്ലേ, പ്രത്യേകിച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി കൂടെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചിത്തേക്കാൻ പാടില്ല. എന്നാൽ ഈ ദോശ, അപ്പം, പുട്ടല്ല ദോശയും അപ്പമാണ് ഇവിടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഐറ്റമാണിത്. അപ്പം സിമ്പിളാണ് എൻ്റെ സ്റ്റൂ വെക്കൽ. ആ പച്ചക്കറി എല്ലാം അത് ഞാൻ നന്നിട്ട് വേവിക്കാൻ വേണ്ടി കുക്കറിനകത്തേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇരുന്ന കിഴങ്ങിനെയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. പൊട്ടാറ്റോ സ്റ്റൂ എന്ന് പറഞ്ഞാലും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ആ കട്ട് വെജിറ്റബിൾസ് ആണ്. എൻ്റെ കയ്യിൽ കിഴങ്ങ് കുറവായിരുന്നു. എന്തോ ആയിക്കോട്ടെ, ഉള്ളത് വെച്ച് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. ഇല്ലാത്ത സാധനം പിറകെ പോകാറില്ല. എന്താണോ നമുക്കുള്ളത് അത് വെച്ച് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കും കേട്ടോ. അപ്പം ഈ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴിക്കൽ മഹാമകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് കോവിലിൽ ഉത്സവമാണ് കേട്ടോ, വീടിൻ്റെ ബാക്കിൽ. അപ്പം എനിക്ക് നല്ല പാട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് നല്ല ചെണ്ടമേളത്തിൻ്റെ സൗണ്ട് ഇതൊക്കെ എനിക്ക് കേൾക്കാം. നല്ല ആസ്വദിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് കുക്ക് ചെയ്യണത് കേട്ടോ. അപ്പം മാവ് ഞാൻ കുഴച്ച് വെച്ചു, അപ്പം ചൂട് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളത് തേങ്ങ തിരുവ. എൻ്റെ തേങ്ങ തിരുവുന്ന ആൾ ഇതുവരെ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. സോ ഞാൻ തന്നെ തിരുവണം. എനിക്ക് തേങ്ങ തിരുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഏട്ടനാണ് എനിക്ക് എപ്പോഴും തേങ്ങ തിരുവി തരാറ്. ഇപ്പം ആൾ ലേറ്റ് ആയതിനെ കൊണ്ട് എനിക്ക് തേങ്ങ തിരുവി എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ തന്നെ തിരുവിയാലേ പറ്റുള്ളൂ. അങ്ങനെ തേങ്ങാ തിരുവൽ മഹാമഹത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ തേങ്ങയും തിരുവിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ നല്ല പടക്കമൊക്കെ പൊട്ടണം കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പോൾ വസുവിനെ മിസ് ചെയ്ത്, വസു നല്ല ഉറക്കമാണ് സ്കൂൾ വിട്ട് വന്നതിൻ്റെ. അപ്പോൾ ഞാൻ ഈ ബാക്കി വന്ന മാവിനെ എടുത്ത്, ബാക്കി വന്ന മാവല്ല, തണുത്ത മാവിനെ എടുത്ത് ഒന്നുകൂടി കുഴച്ച് എടുത്തുകൊണ്ട് നിന്നപ്പോഴേക്കുണ്ട് എണീറ്റ് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വസു നിനക്ക് മിസ്സാടാ, ഇവിടെ പടക്കം പൊട്ടിയിട്ടുണ്ടായിരുന്നടാ എന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറയണം കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫേസിൽ എൻ്റെ പകുതി പോർഷനേ ഉള്ളൂ. കെട്ടിക്കിടക്കിയൊക്കെ എടുത്ത് വരുന്നത് അതോടെ പടക്കം പൊട്ടിയടാ. ഇപ്പൊ അങ്ങനെ ഒരുവിധം മാവിനെയൊക്കെ കുഴച്ച് ഇനി ഉള്ള അംഗം ഈ ഇടിയപ്പം പിഴിയണ ഈ സംഗതിയായിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഇടിയപ്പം പീച്ച് എന്നാണ് കേട്ടോ പറയുന്നത്. ട്രിവാൻഡ്രത്ത് അങ്ങനെ പറയുന്നത് വേറെയാണ് അത്രയും. എനിക്കിവിടെ വന്നതിന് ശേഷം കേട്ടോ മനസ്സിലായത് ഇവിടെ ഇടിയപ്പം പിഴിയുക എന്നാട്ടോ പറയുക. എനിക്കറിയില്ല എവിടെയൊക്കെ ഇടിയപ്പം പിഴിയുന്നു എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പിഴിയാന്ന് പറഞ്ഞാൽ തുണി പിഴിയുക അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇതിനെ കറക്കിയെടുക്കാം. എൻ്റെ പൊന്നെ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ ഈ സംഗതി. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ഈ കണ്ണ് പോലത്തെ സംഗതി മേടിക്കണമെന്ന്, അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂല. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യണത്. ഇതൊന്നൊന്നൊരു യുദ്ധം പടവെട്ടിയിട്ടാണ് ഞാനിത് പിഴിഞ്ഞെടുത്തത്. പിന്നെ കുറേ ആയപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനാണ് ഞാൻ കൊടുത്തത് ബാക്കി ഇത് ഞെക്കിപ്പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റിയില്ല, ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇടിയപ്പത്തിന് എങ്ങനെയൊക്കെയോ ഞെക്കി പിഴിഞ്ഞ്
ഇതിനകത്തേക്ക് ഞാൻ കേട്ടിട്ടോ 2 സെറ്റ് ഇടിയപ്പം അവിക്കാൻ വേണ്ടിയിട്ട് തട്ടിൽ വെച്ചു. എന്തോ ഭാഗ്യത്തിനാണ് ഇങ്ങനെയെങ്കിലൊക്കെ പിഴിഞ്ഞ് കിട്ടിയത്. എന്തോ ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് കറി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കറിക്ക് എന്താണ്, പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഈ സവാള കുഞ്ഞു അരിഞ്ഞ് നല്ല സോട്ട് ചെയ്യാനായിട്ട് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതാണ് അതിൻ്റെ പാകം. ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, എനിക്കറിയില്ല എല്ലാവരും ഇങ്ങനെയാണോന്ന്. അപ്പോഴേക്കും എൻ്റെ ഇടിയപ്പം ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ആ മുരിഞ്ഞു വന്ന സവാളയിലേക്ക് തേങ്ങാപ്പാൽ 2 പാലാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ ഈ ബോയിൽ ചെയ്ത് വെച്ചിരിക്കണം വെജിറ്റബിൾസ് അത് അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചക്കറി വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിളച്ച് കുറുകി വരുമ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് നോക്കിയതിന് ശേഷം കുറച്ച് 1 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ഇനിയുള്ളത്, ഫുഡ് കഴിക്കുക അത്ര തന്നെ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമാണ് കേട്ടോ ഇത്. നല്ല ഇടിയപ്പവും നല്ല വെജ് സ്റ്റൂവും, പൊട്ടാറ്റോ സ്റ്റൂ അല്ല വെജ് സ്റ്റൂ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം പൊട്ടാറ്റോ വളരെ കുറവായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ AC ഡോൺ ആക്കിയിട്ടതിനെ കൊണ്ട് ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പറഞ്ഞു. അപ്പം ഞാൻ ഏട്ടൻ എന്ത് അടച്ചാൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വസുവിനെ വിളിച്ചിരുത്തി ഫുഡ് കൊടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. മീൻസ് ഒരു യുദ്ധത്തിനുള്ള വകയാണത്. അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മുടെ ഒരു ഡിന്നറല്ലല്ലോ, നമ്മളൊരു കുട്ടി ഈവനിങ് വ്ലോഗ്. എന്താ ഫുഡ് കഴിക്കുക, എല്ലാവരും കൂടെ കിടന്നുറങ്ങുക, ഇത്രയൊക്കെ തന്നെയുള്ള ഒരു ദിവസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുഭാവ വ്ലോഗ്സ്.